നമസ്തേ. നിങ്ങൾ തരുന്ന ഇത്തരം പോസിറ്റീവ് ഫീഡ്ബാക്കുകളും ആണ് എനിക്ക് വീണ്ടും വീണ്ടും ട്രെയിനിങ് വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്. ഓരോ ട്രെയിനിങ് എടുക്കുമ്പോഴും, അതായത് നമ്മൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റും കൂടുതൽ ട്രെയിനിങ്ങുകളാണ് ഞാൻ സ്ഥാപനങ്ങളിലൊക്കെ ട്രെയിനിങ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ ട്രെയിനിങ്ങിന് വിളിക്കുമ്പോഴും അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ടൈലർ മെയ്ഡായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ അവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ട്രെയിനിങ്ങുകൾ എടുക്കാറ്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ബ്രാൻഡിങ് ആണ്. വെറും ബ്രാൻഡിങ് അല്ല, ബ്രാൻഡിങ് ജെൻസി, ഈ ജനറേഷൻ്റെ പുതിയ ജനറേഷൻ്റെ ബ്രാൻഡിങ്ങിൻ്റെയും തലങ്ങൾ ഒരുപാട് മാറി. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് കബീർ ദാസ്, മോട്ടിവേഷണൽ ട്രെയിനർ ആൻഡ് ബിസിനസ് കോച്ച്, സ്വദേശം തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങലാണ്. ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫൗണ്ടർ, ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ മരിച്ചുപോയി എന്ന് വരാം, ഫാക്ടറിയെ കത്തിപ്പോയി എന്ന് വരാം, നമ്മുടെ മിഷനറീസ് ഔട്ട്ഡേറ്റഡ് ആയി പോകാറുണ്ട്, സ്റ്റോക്ക് ഡെഡ് സ്റ്റോക്ക് ആയി പോകാം, ടെക്നോളജികളെല്ലാം അബ്സല്യൂട്ട് ആയി പോകാറുണ്ട്. ഒരു കാര്യം മാത്രമാണ് റിമെയിൻ അവിടെ തന്നെ നിൽക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബ്രാൻഡ് നെയിം, നമ്മുടെ ബ്രാൻഡിങ്. ബ്രാൻഡ് ഒരു അസറ്റ് കൂടിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, വലിയൊരു ബ്രാൻഡഡ് ഷോപ്പോ ഒരു ബ്രാൻഡഡ് സ്ഥാപനം വിൽക്കുമ്പോൾ അവരുടെ അസറ്റിൻ്റെ കൂടെ ഈ ബ്രാൻഡ് വാല്യൂ വളരെ വലുതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു വലിയ അസറ്റ് കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഒരു സ്ഥാപനത്തിൽ ബ്രാൻഡിന്, ഒരു സെയിൽസിൽ, ഒരു ബിസിനസ്സിൽ, ഒരു മാർക്കറ്റിങ്ങിൽ എല്ലാം ബ്രാൻഡിന് ഒരുപാട് വാല്യൂ ഉണ്ട്. ഞാനിവിടെ ഒരു ലോഗോകൾ കാണിച്ചിട്ടുണ്ട്. ഈ ലോഗോ എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഏത് ബ്രാൻഡിൻ്റെ ലോഗോയാണ് എന്ന് പെട്ടെന്ന് ഓർമ്മ വരും. അതെല്ലാം ഒരു ദിവസം കൊണ്ട് അവർ അക്വയർ ചെയ്തല്ല, വളരെ കാലങ്ങളായി അക്വയർ ചെയ്തതാണ്. എന്നാൽ ഈ ലോഗോ എന്ന് പറയുന്നത് അവരുടെ ബ്രാൻഡല്ല. ലോഗോ കണ്ട് ഇതാണ് ബ്രാൻഡ് എന്നല്ല. ബ്രാൻഡിങ് എന്ന് പറയുന്നതും ലോഗോയും രണ്ടും രണ്ടാണ്. ലോഗോ എന്ന് പറയുന്നത് അവരുടെ ബ്രാൻഡിങ്ങിൻ്റെ ഒരു സിമ്പിൾ മാത്രമാണ്. അത് മനസ്സിലാക്കണം. എന്താണ് ബ്രാൻഡ് എന്ന് ചോദിച്ചാൽ, ബ്രാൻഡ് ഈസ് എ റിസൾട്ട്, ഇറ്റ്സ് എ കസ്റ്റമർ ഗെറ്റ് ഫീലിംഗ് about the product and service of the company എന്നാണ് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമറിന് ഗെറ്റ് ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഗെറ്റ് ഫീലിംഗിൻ്റെ അതിൻ്റെ എൻ്റെ റിസൾട്ടാണ് ബ്രാൻഡ്. ബ്രാൻഡിങ്ങിന് വേണ്ടി ഒരു ലോഗോ കൃത്യമായി ആവശ്യമാണ്. അത് മനസ്സിൽ നിൽക്കുന്നതും പ്രോഡക്റ്റ് ആൻഡ് സർവീസുമായി ബന്ധമുള്ളതുമായിരിക്കണം. അതൊക്കെ അവർ കണക്ട് ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, എൻ്റെ ലോഗോ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃത്യമായ ഒരു കളർ കോഡ് പാലിച്ചിരിക്കണം. നമ്മളെ ബ്രാൻഡ്, നമ്മളെ സ്ഥാപനം ഒരു ബ്രാൻഡ് ആയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ കസ്റ്റമറുടെ മനസ്സിലേക്ക് നിങ്ങളുടെ പേരാണ് ഓർമ്മ വരുന്നത് എങ്കിൽ മനസ്സിലായിക്കോളൂ, നിങ്ങളൊരു ബ്രാൻഡായി മാറി എന്നാണ്. അതുപോലെ തന്നെ ഈ ബ്രാൻഡ് ലോഗോ എങ്ങനെയാണ് ബ്രാൻഡായി മാറുമ്പോൾ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ടാറ്റു കണ്ടിട്ടുണ്ടല്ലോ, കയ്യിലൊക്കെ അടിക്കുന്ന ടാറ്റു. ഈ ബ്രാൻഡ് ലോഗോ മനുഷ്യന്റെ ബ്രെയിനകത്ത് ചെയ്യുന്ന ടാറ്റു ആയി മാറാൻ പറ്റണം. ബ്രാൻഡ് ഉണ്ടായി, പക്ഷെ ആ ബ്രാൻഡ് വാല്യൂ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. വെറും ബ്രാൻഡ് ആയാൽ മാത്രം പോരാ, അതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളുള്ളത്. എന്നും നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടി വരും. നമ്മളൊരു ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ ആ ബ്രാൻഡ് വാല്യൂ താഴോട്ട് പോകാനും പറ്റും. അത് താഴോട്ട് പോകാതെ സൂക്ഷിക്കാൻ എന്ന് നമ്മൾ സന്നദ്ധരായിരിക്കണം. അതിനൊരു മാർക്കറ്റിംഗ് കാരണോ സെയിൽസ് കാരണോ വിചാരിച്ചാൽ മാത്രം പറ്റില്ല. അതിന് ഒരു ബ്രാൻഡ് വാല്യൂ അതുപോലെ കീപ്പ് ചെയ്യുന്നതിന് ഒന്നാമതായി വേണ്ടത് നല്ലൊരു കസ്റ്റമർ കെയർ നമുക്കുണ്ടാവണമെന്നാണ് പറയുന്നത്. നല്ല സർവീസ് ഉണ്ടാവണം, നല്ലൊരു എൻവയോൺമെൻറ്റ്. ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവൻ്റെ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് അത്രയും നന്നാവണം. അതുപോലെ സെയിൽസിലും മാർക്കറ്റിങ്ങിലും നമ്മൾ അതുപോലെ ശ്രദ്ധിക്കണം. ഒരു ബിസിനസ് എത്തിക്സ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ബ്രാൻഡ് വാല്യൂ അതുപോലെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഇനി ഞാൻ 1-2 ബ്രാൻഡുകളെ കുറിച്ച് പറയാം. ആ ബ്രാൻഡ് നെയിം പ്രോഡക്റ്റിനേക്കാൾ മുകളിലേക്ക് വളർന്ന ബ്രാൻഡ് നെയിമുകളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് എംസീൽ എന്ന് പറയുന്നത്. എന്ത് ബ്രാൻഡാണെന്ന് അറിയത്തില്ല, ബ്രാൻഡ് നെയിമിലാണ് അതിനെ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ പ്രോഡക്റ്റിൻ്റെ പേര് എപ്പോക്സി കോമ്പൗണ്ട് എന്നാണ്. എപ്പോക്സി കോമ്പൗണ്ടിൽ നിന്ന് കടയിൽ ചെന്ന് ചോദിച്ചാൽ പോലും അവർ പറയാതെ ഇവിടെ ഇല്ല എന്ന് പറയും. എംസീലുണ്ടോ? എംസീലുണ്ട് എന്ന് പറയും. കാര്യം എന്താണ്? എംസീലിനെ, അവരുടെ ബ്രാൻഡിനെ ആ പ്രോഡക്റ്റിനേക്കാൾ മുകളിലേക്ക് കൊണ്ടുപോയി. നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒന്നേ അറിയൂ, കോൾഗേറ്റ്. ഇപ്പം
ഒരുപാട് ബ്രാൻഡുകളൊക്കെ ആസ് യൂഷ്വൽ ഒരുപാട് ബ്രാൻഡുകളെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ അവരെല്ലാം കോൾഗേറ്റിനെയൊക്കെ മറികടക്കുന്ന മാർക്കറ്റ് ഷെയറൊക്കെ പിടിച്ചടക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു കാലത്ത് 1870കളിലാണ് കോൾഗേറ്റ് ആദ്യമായി പേസ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. ഫെയിലായിപ്പോയി. അതിനുശേഷം 1873 കോൾഗേറ്റ് പൗഡർ ഇറക്കി. അന്നത്തെ കാര്യം എന്താണ്? അതിന് നമുക്കൊരു സ്റ്റഡി ഉണ്ട്. എന്തെന്ന് വെച്ചാൽ മാർക്കറ്റിനെ മനസ്സിലാക്കിയിട്ട് വേണം പ്രോഡക്റ്റ് ഇറക്കാനെന്നാണ് പറയുന്നത്. അന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും ഈ പേസ്റ്റ് ബ്രഷിൽ തേച്ച് ബ്രഷ് ചെയ്യുന്നൊരു കൾച്ചർ നമുക്കില്ലായിരുന്നു. നമ്മളെല്ലാവരും പൊടിയും ഉമിക്കരി ഇങ്ങനെയുള്ള സാധനങ്ങൾ പൊടി ഉപയോഗിച്ചാണ് ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് മാറ്റേണ്ടി വന്നു. പേസ്റ്റ് മാറ്റിയിട്ട് 1873 കോൾഗേറ്റ് എന്ത് ചെയ്തു? ടൂത്ത് പൗഡർ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു. മാർക്കറ്റ് പിടിച്ചടക്കി. ഒരു കാലത്ത് ബ്രഷ് ചെയ്യുന്ന ഇന്നും ഇത്രയും ബ്രാൻഡുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ചെന്നിട്ട് ക്ലോസപ്പിൻ്റെ ഒരു കോൾഗേറ്റ് തരൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എത്രത്തോളം ബ്രാൻഡ് പിടിച്ചടക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, നിങ്ങൾക്കും ഒരു നല്ല ബ്രാൻഡായി മാറാനും ആ ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്യാനുമുള്ള നല്ല ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്യാനും ആകുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം. നിങ്ങൾക്ക് അങ്ങനെ എല്ലാവർക്കും ചെയ്യാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോയും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെയും ജയ്.